ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ പാണ്ഡവന്മാരുടെ സമീപത്ത് മാർക്കണ്ഡേയ മഹർഷിയും ശ്രീകൃഷ്ണൻ, നാരദൻ മുതലായിട്ടുള്ള മഹാത്മാക്കളുമൊക്കെ വന്നു ചേർന്ന സന്ദർഭത്തിൽ മാർക്കണ്ഡേയ മഹർഷി നിരവധി യുഗങ്ങളുടെ സ്വഭാവം, യുഗധർമ്മം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലിയുഗത്തെക്കുറിച്ച് പറഞ്ഞു. വരാനിരിക്കുന്ന കലിയുഗം അതിഭീകരമാണ്, ധർമ്മം നിലനിൽക്കുകയില്ല എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ കാണുന്ന അധാർമികമായ കാര്യങ്ങൾ, സമൂഹത്തിൽ കാണുന്ന നിരവധി തിന്മകൾ അതിൻ്റെ 10 മടങ്ങായിട്ട് ഇനിയും വർദ്ധിക്കും എന്ന കാര്യം അദ്ദേഹം അവിടെ പറയുന്നു. ഒടുവിൽ ഇതിന് അവസാനം എവിടെയാണ് എന്നുകൂടി പറയണമല്ലോ. 1000 യുഗങ്ങൾ, 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പോൾ അനാവൃഷ്ടി വന്നു ചേരും, മഴയില്ലാത്ത അവസ്ഥ. സൂര്യൻ പീയതേ സലിലം സർവം, ഈ ഭൂമിയിലുള്ള സകല ജലവും സൂര്യൻ കുടിച്ച് വറ്റിക്കും. എന്ന് വെച്ചാൽ എല്ലാം ആവിയായി പോകും, എല്ലാ സസ്യജാലങ്ങളും ഉണങ്ങിപ്പോകും, മൊത്തം ഭസ്മീഭൂതമായി തീരും. കാറ്റും തീയും വർദ്ധിച്ചു വരും, ഉഷ്ണക്കാറ്റും തീയും വർദ്ധിക്കും. ആ കാറ്റിൻ്റെ ശക്തി കൊണ്ട് അഗ്നിക്ക് ശക്തി വർദ്ധിക്കും, അഗ്നിയുടെ ചൂട് വർദ്ധിക്കുമ്പോൾ കാറ്റിനും ശക്തി വർദ്ധിക്കും. എല്ലാം അങ്ങനെ അതിൽ വെന്തെരിയും. ഒടുവിൽ ആകാശത്തിൽ മേഘമാലകൾ പ്രത്യക്ഷപ്പെടും. ഈ മേഘമാലകൾ നമുക്ക് ആശ്വാസം തോന്നുന്നവയാണെങ്കിലും ഏറ്റവും വലിയ അപകടമുണ്ടാക്കുന്നവയാണ്. ആ മേഘമാലകളെ വർണ്ണിക്കുന്നു. പലതരത്തിലുള്ള വർണ്ണങ്ങളിലും പലതരം സ്വഭാവമുള്ള മേഘങ്ങളാണ് ആകാശത്തിൽ തെളിയുക. കേചിൻ നീലോത്പലശ്യാമാഹ, കേചിത് കുസമസന്നിഭാഹ, കേചിൽ കിഞ്ചൽക്കസങ്കാശാഹ, കേചിൽ പീതാപയോധരാഹ. മഞ്ഞ നിറത്തിലുള്ളവ, ചുവന്ന നിറത്തിലുള്ളവ, പുഷ്പങ്ങളെ പോലെയുള്ളവ, താമര പോലെ, താമരയുടെ ഉള്ളിലുള്ള കേസരങ്ങളുടെ വർണ്ണമുള്ളവ, പലതരത്തിലുള്ള മനോഹരമായ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ആ മേഘങ്ങൾ മഴയായിട്ട് തിമിർത്ത് പെയ്ത് ഈ ഭൂമിയെ വെള്ളത്തിൽ മുക്കുകയും ചെയ്യും. അങ്ങനെ വെള്ളപ്പൊക്കമുണ്ടാകും, പ്രളയജലമുണ്ടാകും, പർവ്വതങ്ങൾ പിളരും. തസ്മിന്നേകർണവേ ഘോരേ നഷ്ടേ സ്ഥാവരജംഗമേ, നഷ്ടേ ദേവാസുരഗണേ യക്ഷരാക്ഷസവർജിതേ, നിർമനുഷ്യേ മഹീപാല നിശ്വാപദമഹീരുഹേ, അനന്തരിക്ഷേ ലോകേസ്മിൻ ഭ്രമാമ്യേകോഹമാഹത. ഇങ്ങനെ എല്ലാ സമുദ്രങ്ങളും ഒന്നായി തീർന്ന് സ്ഥാവര ജംഗമങ്ങളൊക്കെ തന്നെ ലയിച്ചു തീരുമ്പോൾ ദേവന്മാരും അസുരന്മാരും യക്ഷന്മാരും കിന്നരന്മാരും ഒക്കെ തന്നെ നശിച്ച് ലോകം നിർമനുഷ്യം, മനുഷ്യനില്ലാത്ത ഒരു തരത്തിലുള്ള ജീവജാലങ്ങളുമില്ലാത്ത അന്തരീക്ഷം പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ, അല്ലയോ രാജാവേ, ഭ്രമാമേകോഹം ആഹതഃ, ദുഃഖിതനായിട്ട് ഞാൻ മാത്രം ഈ പ്രപഞ്ചത്തിലിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. മാർക്കണ്ഡേയ മഹർഷി പറയുകയാണ്, ഭീതനായിട്ട്, ഭയത്തോടു കൂടി, ദുഃഖത്തോടു കൂടിയിട്ട് നമുക്ക് തോന്നും, നമുക്ക് മറ്റുള്ളവരോട് വിദ്വേഷം തോന്നും. പക്ഷേ മറ്റ് ഈ പ്രപഞ്ചത്തിൽ നമ്മളല്ലാത്ത ജീവജാലങ്ങളൊക്കെ ഒടുങ്ങുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഒരു ഏകാന്തത അത് അദ്ദേഹത്തിന് എത്ര ഭീകരമായിരുന്നു എന്ന് കാണിക്കുന്നു. അങ്ങനെ ആ പ്രളയജലത്തിൽ അദ്ദേഹം, ഞാൻ ഒറ്റയ്ക്ക് അതിൽ വിചരിക്കുകയാണ് ചെയ്യുക. സഞ്ചരിച്ച് തളർന്ന ഒടുവിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരു കാഴ്ച ഞാൻ അവിടെ കാണും. നിഗ്രോധം സുമഹാന്തം വൈ വിശാലം പൃഥിവീപതേ, വിശാലമായ ഒരു വടവൃക്ഷം, ഒരു ആൽവൃക്ഷം ഞാൻ കാണും. ശാഖായാം തസ്യ വൃക്ഷസ്യ വിസ്തീർണായാം നരാധിപ, പര്യങ്കേ പൃഥിവീപാല ദിവ്യാസ്തരണ സംസ്തൃതേ, ഉപവിഷ്ടം മഹാരാജ പത്നേന്ദു സദൃശാനനം, ഫുല്ലപത്മവിശാലാക്ഷം ബാലം പശ്യാമി ഭാരത. ആ വടവൃക്ഷത്തിൻ്റെ ഒരു ശാഖ, ആ ശാഖയിൽ വിസ്തീർണമായിട്ട് വലിയ വിശാലമായ സ്ഥലത്ത് ഒരു നല്ലൊരു പര്യങ്കം, ഒരു കട്ടിൽ പോലെയുള്ള ഒരു ഭാഗമുണ്ടാകും. ആ കട്ടിലിൽ ദിവ്യമായ ആസ്തരണങ്ങളൊക്കെ, നല്ല മൃദുവായിട്ടുള്ള വിരിപ്പ് ഒക്കെ വിരിച്ച് വെച്ചിട്ട് അതിൽ ഇരിക്കുന്നവനായ പത്നേന്ദു സദൃശാനനം, വിടർന്നു നിൽക്കുന്ന താമരപുഷ്പം പോലെ സുന്ദരമായ മുഖമുള്ള ഒരു പിഞ്ചു ബാലനെ ഞാൻ അവിടെ കാണും. ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ താമരപുഷ്പത്തിൻ്റെ ദളങ്ങൾ പോലെ വിശാലവും സുന്ദരവുമാണ്.
അവൻ്റെ ശരീരവും താമര പോലെ വിടർന്നു നിൽക്കുന്നതും മനോഹരവും മൃദുലവുമാണ്. പുല്ലപത്മവിശാലാക്ഷം, വിടർന്നു നിൽക്കുന്ന താമര പോലെയുള്ള കണ്ണുകളുള്ള ആ സുന്ദര ബാലനെ ഞാൻ അവിടെ കാണും, അല്ലയോ രാജാവേ. ഞാൻ വിസ്മയം കൊണ്ട് കണ്ണ് അങ്ങനെ മിഴിച്ച് അവനെ നോക്കി നിൽക്കും. ഈ ശിശു എങ്ങനെ, ഈ ലോകം മുഴുവൻ നശിച്ചു കഴിയുമ്പോഴും ഈ ശിശു മാത്രം എങ്ങനെ ഇവിടെ ബാക്കിയായി? ഭൂതം ഭവ്യം ഭവിഷ്യത്ത് ഒക്കെ തന്നെ അറിയുന്ന ഞാൻ തപസ് കൊണ്ട് പലതവണ മാറി മാറി ചിന്തിച്ചിട്ടും എനിക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. അതസീ പുഷ്പവർണാഭ ശ്രീവത്സകൃതഭൂഷണ സാക്ഷാൽ ലക്ഷ്മ്യാ ഇവാവാസ സതദാ പ്രതിഭാതിമേ. അതസീ പുഷ്പവർണാഭം, കായാമ്പൂ പോലെ വർണ്ണമുള്ള ഈ സുന്ദരബാലൻ, ശരീരത്തിൽ ശ്രീവത്സം എന്ന് പറയുന്ന ആ ഭൂഷണം, ഭൃഗുപാദത്തിന് ചിഹ്നം, ഒരു അലങ്കാരമായിട്ട് നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ലക്ഷ്മി നിവാസം തന്നെയായിരിക്കുന്ന ആ സുന്ദരബാലനെ കണ്ടിട്ട് ആരാണ് ഇന്ന് എനിക്ക് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടായി. അപ്പോൾ ആ കുഞ്ഞു പൈതൽ, ആ ബാലൻ എന്നോട് പറഞ്ഞു, എടോ മാർക്കണ്ഡേയ എന്ന് എന്നെ വിളിച്ചു. മാർക്കണ്ഡേയ, നീ പരിഭ്രാന്തനായിട്ട് കുറേ സഞ്ചരിച്ചുവല്ലോ, നീ വിശ്രമം ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നല്ലോ. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കൂ, എന്നിലിരിക്കൂ, എന്നിലാണ് നിനക്ക് വിശ്രമം കിട്ടുക. നീ ആഗ്രഹിക്കുന്നത് അത്ര സമയം നീ എന്നിൽ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. ഹേ മുനിസത്തമാ, എൻ്റെ ഈ ആഭ്യന്തര ശരീരത്തിൽ പ്രവേശിക്കൂ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. എൻ്റെ ഈ ശരീരത്തിനുള്ളിലേക്ക് നീ പ്രവേശിച്ചാൽ നിനക്ക് അവിടെ വിശ്രമം കിട്ടും. വിപ്രർഷേ എന്ന് വിളിച്ചു. അപ്പോൾ ആ കുഞ്ഞങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഈ മനുഷ്യ ശരീരത്തോടും ദീർഘമായ ജീവിതത്തോടും ദീർഘായുസിനോടൊക്കെ തന്നെ എനിക്കൊരു വിരക്തി ഭാവമുണ്ടായി. ഒന്നുമല്ല എന്നുള്ള തോന്നലുണ്ടായി. വിരക്തി വന്നുവെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാനിങ്ങനെ പകച്ചു നിന്നപ്പോൾ ആ പിഞ്ചു ബാലൻ വായ തുറന്നു. തസ്യാഹമവശോ വക്ത്രേ ദൈവയോഗാത് പ്രവേശിത. ദൈവയോഗം കൊണ്ട് ഞാൻ ആഗ്രഹിക്കാതെ തന്നെ അവശനായിട്ട് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ആ കുഞ്ഞിൻ്റെ വായ തുറന്നപ്പോൾ ആ വായക്കകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ചെയ്തത്. അവൻ്റെ കുക്ഷിയിലേക്ക്, വയറ്റിലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ അവിടെ കണ്ടത് എന്തായിരുന്നു? സരാഷ്ട്രനഗരാകീർണ കൃത്സ്നാം പശ്യാമി മേദിനീം. ഈ മുഴുവൻ ഭൂമിയെയും അനേക രാഷ്ട്രങ്ങളും അനേക നഗരങ്ങളും ഗ്രാമങ്ങളുമായിട്ട് അങ്ങനെ വ്യാപിച്ചു നിൽക്കുന്നതായ ഈ ഭൂമിയെ തന്നെ ഞാൻ അവിടെ കണ്ടു. അവിടെ ദിവ്യമായ നദികളെ കണ്ടു. ഗംഗാം ശതദ്രൂം സീതാം ച യമുനാമഥ കൗശികീം ചർമ്മണ്വതീം വേത്രവതീം ചന്ദ്രഭാഗാം സരസ്വതീം സിന്ധും ചൈവ വിപാശാം ച നദീം ഗോദാവരീമപി. ഗംഗാ ശതദ്രു സീത ചന്ദ്രഭാഗ സരസ്വതി യമുന കൗശികി ചർമ്മണ്വതി വേത്രവതി സിന്ധു വിപാശ ഗോദാവരി താമ്ര വേണ പുണ്യതോയ നർമ്മദ വസ്വോകസാര നളിനി സുവേണ മഹാനദി കൃഷ്ണവേണ കാവേരി വിതസ്ത ശോണ വിശല്യ കിംപുന ഇങ്ങനെയുള്ള പുണ്യനദികളെയൊക്കെ ഞാൻ അവിടെ ദർശിച്ചു. ബ്രാഹ്മണർ യാഗം ചെയ്യുന്ന കാഴ്ചകൾ കണ്ടു. രാജാക്കന്മാർ ജനങ്ങളെ അനുരഞ്ജനം ചെയ്യുന്നതായിട്ട് കണ്ടു. രാജാവ് എന്ന് വെച്ചാൽ എന്താണ്? പ്രജകളെ രഞ്ജിപ്പിക്കുന്നവനാണ് രാജാവ്. അങ്ങനെ രഞ്ജിപ്പിക്കുന്നവരായ രാജാക്കന്മാരെ കണ്ടു. കൃഷി ചെയ്യുന്ന വൈശ്യന്മാരെ കണ്ടു. ബ്രാഹ്മണാദികളെ ശുശ്രൂഷ ചെയ്യുന്ന ശൂദ്രന്മാരെ കണ്ടു. ഹിമവാൻ മുതലായിട്ടുള്ള പർവ്വതങ്ങൾ, ഹിമവാൻ, ഹേമകൂടം, നിഷധം, ഗന്ധമാതരം, മന്ദരം, നീലം, മേരുപർവ്വതം, മഹേന്ദ്രപർവ്വതം, വിന്ധ്യം, മലയം, പാരയാത്രം മുതലായ പർവ്വതങ്ങളെ കണ്ടു. സിംഹ, വ്യാഘ്ര, വരാഹ മൃഗങ്ങളെയൊക്കെ തന്നെ അനേകതരത്തിലുള്ള മൃഗങ്ങളെ ഞാൻ കണ്ടു. പിന്നെ ദിവ്യമരായ പുരുഷന്മാരെ, സാധ്യന്മാർ, രുദ്രന്മാർ, വസുക്കൾ, ആദിത്യന്മാർ, പിതൃക്കൾ, അപ്സരസ്സുകൾ, ഗന്ധർവന്മാർ, വസുക്കൾ, യക്ഷന്മാർ, ഋഷിമാർ, നാഗങ്ങൾ, സർപ്പങ്ങൾ, കിന്നരന്മാർ, കിംപുരുഷന്മാർ, ഈ ജീവജാലങ്ങളൊക്കെ കണ്ടുകൊണ്ട് സ്ഥാവര ജംഗമങ്ങളെ മുഴുവൻ ഞാൻ ആ കുഞ്ഞിൻ്റെ വയറ്റിനകത്ത് കണ്ട് കേവലം പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് ഞാൻ ആ കുഞ്ഞിൻ്റെ ജഠരത്തിനകത്ത് ചുറ്റിക്കറങ്ങി ബ്രഹ്മാണ്ടം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടും എനിക്ക് മനസ്സിലായി ഈ ആഭ്യന്തര ശരീരത്തിന് അവസാനമില്ല. ഇതിൻ്റെ അറ്റം ഞാൻ എവിടെ കണ്ടുപിടിക്കും ഈശ്വര എന്ന് വിചാരിച്ചു. ഞാൻ അവനെ തന്നെ, ആ പൈതലിനെ തന്നെ, ആ പിഞ്ചുബാലിനെ തന്നെ ശരണം പ്രാപിച്ചു. അപ്പോൾ അവൻ്റെ വായ തുറന്നു. അപ്പോൾ അവൻ്റെ വായയിലൂടെ ഞാൻ പുറത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. വീണ്ടും ഞാൻ ആ പ്രളയജലം കണ്ടു. ആ പ്രളയജലത്തിൻ്റെ മധ്യത്തിൽ ഈ താമരക്കണ്ണനായിരിക്കുന്ന പിഞ്ചു കുഞ്ഞിനെയും ഞാൻ കാണുന്നു. അവൻ എന്നോട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വിശ്രമിച്ചോ മാർക്കണ്ഡേയ എന്ന് ചോദിച്ചു. എനിക്ക് പുനർനവമായ ദൃഷ്ടിയുണ്ടായി. ഒരു മായാമുക്തൻ്റെ അനുഭവം എനിക്കുണ്ടായി. പുതിയൊരു കണ്ണ്, ജ്ഞാനചക്ഷുസ് തുറന്നതായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു.
അവനെ ഞാൻ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ്റെ അതിമൃദുലവും താമരപ്പൂ പോലെ ചുവന്നതും മൃദുലവും മനോഹരവുമായിട്ടുള്ള അവൻ്റെ ആ ചുവന്ന് തുടുത്ത ആ പാദങ്ങളിൽ കാലുകളിൽ ഞാൻ ചെന്ന് എൻ്റെ ശിരസ് മുട്ടിച്ച് നമസ്കരിച്ച് അവനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു വിനയത്തോടു കൂടിയിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ലയോ ദേവ, നിൻ്റെ മായയെ എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. സർവചരാചരങ്ങളും നീ നിൻ്റെ ജഠരത്തിൽ വഹിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കാതെ അതിനകത്ത് കടന്നു, ആഗ്രഹിക്കാതെ പുറത്ത് കടക്കുകയും ചെയ്തു. ഇവിടെ ഇരുന്നു കൊണ്ട് അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ അങ്ങനെ തന്നെ പാനം ചെയ്ത് തൻ്റെ കുക്ഷിയിലാക്കിയിട്ട് അങ്ങിവിടെ എന്ത് എടുക്കുകയാണ്? അങ്ങയുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചങ്ങൾ ഞാൻ കണ്ടത്? എത്ര കാലം ഇങ്ങനെ കഴിയേണ്ടി വരും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ഭഗവാൻ പറഞ്ഞു, ഹേ വിപ്ര, ദേവന്മാർ പോലും എന്നെ വേണ്ടതുപോലെ അറിയുന്നില്ല. സൃഷ്ടികാര്യം ഞാൻ നിന്നോട് പറയാം. കാരണം നീ പിതൃഭക്തനാണ്. നീ എന്നെ ആശ്രയിക്കുകയും ചെയ്തു, ശരണം പ്രാപിക്കുകയും ചെയ്തു. നീ വേണ്ട വിധം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നോട് അതിൻ്റെ രഹസ്യം പറഞ്ഞു തരാം. ഞാൻ മുമ്പ് ജലത്തിന് നാര എന്ന് പേരിട്ടു. നാര എന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയ ജലത്തിൽ ഞാൻ പേരിട്ട് അതിൽ ഞാൻ അയനം ചെയ്തതുകൊണ്ട് ആളുകൾ എന്നെ തേന നാരായണോ പുക്തോ മമ തത്വയനം സദാ, ആ നാരത്തിൽ അയനം ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ ആളുകൾ നാരായണൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അഹം നാരായണോ നാമ പ്രഭവ ശാശ്വതോ വ്യയ വിധാത സർവഭൂതാനാം സംഹർത്താ ച ദ്വിജോത്തമ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും ഞാൻ തന്നെയാണ്. സർവഭൂതങ്ങളെയും സംഹരിക്കുന്നത് ഞാൻ തന്നെയാണ്. അഹം വിഷ്ണുരഹം ബ്രഹ്മ ശക്രശ്ചാഹം സുരാധിപ. അഹം വൈശ്രവണോ രാജായമ പ്രേതാധിപസ്തഥാ. ഞാൻ തന്നെയാണ് വിഷ്ണു, ഞാൻ തന്നെയാണ് ശക്രൻ ഇന്ദ്രൻ, ഞാൻ തന്നെയാണ് വൈശ്രവണൻ, ഞാൻ തന്നെയാണ് യമൻ, ഞാൻ തന്നെയാണ് പ്രേതാധിപനായിരിക്കുന്ന യമനും. എൻ്റെ മുഖമാണ് അഗ്നി, എൻ്റെ കണ്ണുകളാണ് ചന്ദ്രനും സൂര്യനും, എൻ്റെ മൂർധാവാണ് ദ്യോവ്, എൻ്റെ ചെവികളാണ് ദിക്കുകളും ആകാശങ്ങളും, എൻ്റെ വിയർപ്പാകുന്നു ജലം. ഞാൻ ആദിശേഷനായിട്ട് അവതരിച്ച് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നു. ഞാൻ വരാഹമായി അവതരിച്ച് ജലത്തിൽ മുങ്ങിപ്പോകുന്ന ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്നു. ബ്രഹ്മക്ഷത്ര ശൂദ്രന്മാർ എൻ്റെ ശരീരത്തിൽ നിന്നാണ് ജനിക്കുന്നത്. 4 വേദങ്ങൾ എന്നിൽ നിന്നുണ്ടായി. കാമക്രോധ വിമുക്തന്മാരായിട്ട് ഋഷിമാർ എന്നെ തന്നെയാണ് ഭജിക്കുന്നത്. സത്യവും ദാനവും അഹിംസയും തപസ്സും ഒക്കെയാണ്, അതിനൊക്കെ തന്നെ ആധാരഭൂതനായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. വേദാധ്യായനം, അതുപോലെ യാഗം, തപസ്, ഇന്ദ്രിയ നിഗ്രഹം, ഇവയിലൂടെ ഋഷിമാരും ഭക്തന്മാരും ആശ്രയിക്കുന്നത്, പ്രാപിക്കുന്നത്, അവരുടെ ലക്ഷ്യസ്ഥാനം ഞാൻ തന്നെയാണ്. പക്ഷേ ലോഭാഭിഭൂതന്മാരായിട്ട് ആളുകൾ, ദുഷ്കർമ്മം ചെയ്യുന്നവർ, അവരെയൊക്കെ ഞാൻ നശിപ്പിക്കുകയും ചെയ്യും. എന്താണ് എൻ്റെ സ്വഭാവം? യഥാ യഥാ ച ധർമ്മസ്യ ഗ്ലാനിർഭവതി സത്തമാം അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഈ ശ്ലോകം എല്ലാവർക്കും പരിചിതമാണ് അല്ലേ? ഏത് ഗ്രന്ഥത്തിലാണ് ഈ ശ്ലോകം? ഇത് ഭഗവത്ഗീതയിൽ ഇതേ ശ്ലോകം നമുക്ക് കാണാൻ സാധിക്കും. മഹാഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ് ഗീതയെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഗീതയിലെ ചെറിയൊരു ശബ്ദം വ്യത്യാസം, വാക്ക് വ്യത്യാസമുണ്ട്. എന്താണ്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അർജുനനെ അവിടെ ഭാരത എന്ന് വിളിക്കുന്നു. ഇവിടെ ഈ മാർക്കണ്ഡേയ മഹർഷി ഭാരതനല്ല, ഭാരതവംശി അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ സത്തമ എന്ന് വിളിക്കുന്നു. അവിടെ ഹി എന്ന അവ്യയത്തിന് പകരം ഇവിടെ ച എന്ന അവ്യയം പ്രയോഗിച്ചുകൊണ്ട് ഗീതാ ശ്ലോകത്തെ ഇവിടെ ഭഗവത്ഗീതയ്ക്ക് എത്രയോ മുമ്പേ തന്നെ ഇവിടെ ഭഗവാൻ മാർക്കണ്ഡേയ മഹർഷിക്ക് ഈ ഗീതോപദേശം നൽകുകയാണ്. യഥാ യഥാ ച ധർമ്മസ്യ ഗ്ലാനിർഭവതി സത്തമ അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. നമ്മുടെ ഈ വനപർവ്വത്തിൽ 189 അധ്യായത്തിലെ 27 ശ്ലോകമാണ് ഇത്. ഗീതാശ്ലോകമായതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ദൈത്യാഹിംസാനുരക്താശ്ച അവധ്യാസുരസത്തമൈഃ രാക്ഷസാശ്ചാപി ലോകേസ്മിൻ യഥോത്പത്സ്യന്തി ദാരുണാഃ തദാഹം സംപ്രസൂയാമി ഗൃഹേഷു ശുഭകർമ്മണാം പ്രവിഷ്ടോ മാനുഷം ദേഹം സർവം പ്രശമയാമ്യഹം. ദൈത്യന്മാർ, ഹിംസ ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെ കൊല്ലാൻ ദേവന്മാർക്ക് പോലും സാധിക്കാതെ വരുമ്പോൾ, രാക്ഷസന്മാരുടെ ശക്തി വർദ്ധിച്ചു വരുമ്പോൾ, ഞാൻ സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിൽ, ശുഭകർമ്മം ചെയ്യുന്നവരുടെ ഗൃഹത്തിൽ മനുഷ്യരൂപം ധരിച്ചുകൊണ്ട് അവതരിക്കും. എന്നിട്ട് അവരെയൊക്കെ തന്നെ ശമിപ്പിക്കും, അവരെയൊക്കെ തന്നെ ഞാൻ സംഹരിക്കുകയും ചെയ്യും. ശ്വേത കൃതയുഗേ വർണ്ണ പീതസ്ത്രേതായുഗേ മമ രക്തോദ്വാപരമാസാദ്യം കൃഷ്ണ കലിയുഗേ തഥാ. ഞാൻ കൃതയുഗത്തിൽ വെള്ള നിറത്തിലും
ത്രേതായുഗത്തിൽ മഞ്ഞ നിറത്തിലും ദ്വാപരയുഗത്തിൽ രക്തവർണ്ണനായിട്ടും കലിയുഗത്തിൽ കൃഷ്ണവർണ്ണത്തിലും അവതരിക്കും. കൃഷ്ണവർണ്ണമായതുകൊണ്ട് ഞാനിവിടെ ദളിതനാണെന്നൊന്നും അർത്ഥമില്ല. ഭഗവാന്റെ നിറം കലിയുഗത്തിൽ കൃഷ്ണവർണ്ണമാണ്. കൃഷ്ണവർണ്ണം നികൃഷ്ടമായ നിറമല്ല, ശ്രേഷ്ഠമായ നിറം തന്നെയാണ്. ഭഗവാൻ സംഹരിക്കാൻ വേണ്ടി എടുക്കുന്ന ആ അവതാരത്തിന് കൃഷ്ണവർണ്ണമാണ്, കറുപ്പ് നിറമാണ്. കലിയുഗത്തിൽ മുക്കാൽ ഭാഗവും അധർമ്മവും കാൽഭാഗവും ധർമ്മവുമായിരിക്കും. അപ്പോൾ ഞാൻ കാലസ്വരൂപിയായിട്ട് അതിദാരുണനായിട്ട് അവതരിച്ച് ഈ ദുഷ്ടന്മാരെ മുഴുവൻ സംഹരിച്ച് കളയും. അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിക്കും. അഹം ത്രിവർത്താ വിശ്വാത്മാ സർവലോക സുഖാവഹ ആവിർഭൂ സർവഗോനന്തോ ഹൃഷീകേശ ഗുരുക്രമ കാലചക്രം നയാമ്യേകോ ബ്രഹ്മന്നഹമരൂപകം ശമനം സർവഭൂതാനാം സർവലോകകൃതോദ്യമം. ഞാൻ തന്നെയാണ് ഈ 3 ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ. കാലചക്രത്തെ ഞാനാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ചക്രത്തെ തിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. എല്ലാ ലോകത്തും ഭക്തന്മാർ എന്നെയാണ് ആരാധിക്കുന്നത്. നീ ചിലപ്പോൾ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് ക്ലേശിച്ച് എൻ്റെ സമീപം വന്നു. ക്ലേശകരമായിട്ട് നീ കണ്ടതൊക്കെ തന്നെ എൻ്റെ തന്നെ ചൈതന്യം തന്നെയാണ്. ആ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് നീ എന്നെ പ്രാപിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് സുഖമാണ് തരിക. ഈ ക്ലേശങ്ങളൊക്കെ നിനക്ക് ഭാവിയിൽ സുഖം നൽകുന്നവയാകുന്നു. അതുകൊണ്ട് ഇനി ഭാവിയിൽ നിനക്ക് സുഖം മാത്രം അനുഭവിക്കേണ്ടി വരും. അത് എൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ക്ലേശം സഹിച്ച് ഭഗവാനെ ആരാധിക്കുന്നവർക്ക് നിത്യമായ സുഖത്തെ പിന്നീട് അനുഭവിക്കാൻ സാധിക്കും. ബ്രഹ്മാവ് എൻ്റെ ശരീരത്തിൻ്റെ അർത്ഥം തന്നെയാണ്. ശിശുരൂപേണ യാവത് ബ്രഹ്മാന ബുദ്ധ്യതേ. ബ്രഹ്മാവ് ഇനി ഉണരുന്നത് വരെയും ശിശുവല്ലാത്ത ഞാൻ ശിശുവിൻ്റെ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ടോ ബ്രഹ്മാവ് ഉണരുന്ന സമയത്ത് ബ്രഹ്മാവിൽ ചേർന്ന് നിന്നുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അംശഭൂതമായിരുന്നു കൊണ്ട് ഞാൻ സ്ഥാവര ജംഗമങ്ങളെ വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ കൃപ കൊണ്ടാണ് നീ എൻ്റെ വയറ്റിൽ പ്രവേശിച്ചതും എൻ്റെ കൃപ കൊണ്ടാണ് നീ പുറത്തേക്ക് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നതും. ഞാൻ ഇതൊക്കെ എല്ലാം നിനക്ക് പറഞ്ഞു തന്നു. ഇത് നിനക്കറിയാം. ദേവന്മാർക്കും അസുരന്മാർക്കും ഋഷിമാർക്ക് പോലും ഇത് കൃത്യമായിട്ട് അറിയില്ല. ബ്രഹ്മാവ് ഉണരുന്നത് വരെ നീ സുഖമായി ഇവിടെ വിചരണം ചെയ്തുകൊണ്ട് കഴിഞ്ഞോളൂ. ഉണർന്നു കഴിഞ്ഞാൽ ആ സൃഷ്ടി നടത്തുമ്പോൾ ഞാൻ സൃഷ്ടിയിൽ ഒരാളായിട്ട് ഈ ലോകത്തിൽ നീ സഞ്ചരിക്കുക. നിനക്ക് ദീർഘായുസ് ഉണ്ടാകും, സ്വച്ഛന്ത മൃത്യു ഉണ്ടാകും. മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, യസ്സദേവോ മയാ ദൃഷ്ടപുരാ പത്മായതേക്ഷണം സ ഏഷ പുരുഷ വ്യാഘ്ര സംബന്ധീതേ ജനാർദ്ദന. അല്ലേ യുധിഷ്ഠിര മഹാരാജാവേ, അങ്ങയുടെ ബന്ധുവാണെന്ന് അങ്ങ് കരുതിയിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാനുണ്ടല്ലോ, ആ പ്രളയജലത്തിൽ ഞാൻ കണ്ട ആ മായാസ്വരൂപനായിരിക്കുന്ന താമരക്കണ്ണനായിരിക്കുന്ന ആ പിഞ്ചു ബാലൻ ആരാണ്? ഇതാ ഈ ഇരിക്കുന്ന കൃഷ്ണൻ തന്നെയാണ്, മറ്റാരുമല്ല. അദ്ദേഹം അസീവ വരദാനാധി സ്മൃതിർന്ന പ്രജഹാതിമാം ദീർഘമായുശ്ചകൗന്ദേയ സ്വച്ഛന്തമരണം മമ. അപ്പോൾ ഞാൻ സ്വച്ഛന്ത മൃത്യുവായതും ദീർഘായുസ്സായതും ഈ ശ്രീകൃഷ്ണൻ്റെ വരദാനം കൊണ്ടാണ്. ഭഗവാൻ ഇപ്പോൾ എൻ്റെ മുന്നിൽ ശ്രോതാവായിട്ട് തൊഴുതിരിക്കുന്നത് കാണാം. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഒരു മായാ അവതാരം മാത്രമാണ്. ഭഗവാൻ സർവ്വതിനും കാരണരൂപനാണ്. സ ഏഷ കൃഷ്ണോ വാർഷ്ണേയ പുരാണപുരുഷോ വിഭു ആസ്തേ ഹരിരചിന്യാത്മാ ക്രീഡന്നിവ മഹാഭുജ. അദ്ദേഹം കളിക്കുകയാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ലീലയാണ്. പുരാണപുരുഷനായിട്ടുള്ള അനാദി നിധനനായിരിക്കുന്ന ആ കൃഷ്ണനാണ് ഇവിടെ വാർഷ്ണേയനായിട്ട് വൃഷ്ണിവംശത്തിൻ്റെ നേതാവായിട്ട് അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വെറും തമാശക്കളി മാത്രമാണ്. സർവേഷാമേവ ഭൂതാനാം പിതാ മാതാ ച മാധവ ഗച്ഛധ്വമേനം ശരണം ശരണ്യം കൗരവർഷഭ. എല്ലാ ജീവജാലങ്ങൾക്കും ആധാരഭൂതനായിരിക്കുന്ന ഈ ഭഗവാനാണ് സർവരുടെയും അമ്മയും അച്ഛനും സംരക്ഷകനും. അതുകൊണ്ട് ഏറ്റവും ശരണ്യനായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണനെ അങ്ങ് ശരണം പ്രാപിക്കൂ പാണ്ഡവന്മാരെ എന്ന് പറഞ്ഞു. പാണ്ഡവന്മാരും പാഞ്ചാലിയും ശ്രീകൃഷ്ണ ഭഗവാനെ വീണ്ടും 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 നമസ്കരിക്കുകയാണ്. തീർന്നില്ല. ഈ മാർക്കണ്ഡേയ മഹർഷി വീണ്ടും നിരവധി പൗരാണിക കഥകൾ പറഞ്ഞുകൊണ്ട് അവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു ഭക്തനാണ് അങ്ങനെ ഈ മാർക്കണ്ഡേയ മഹർഷി.